എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ. തിയോടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ ചിന്ത ഒരുമിച്ച് പങ്കുവെക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് ക്രിസ്ത്യാനികളായ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും പലപ്പോഴും ദൈവരാജ്യം എന്നതുകൊണ്ട് ബൈബിൾ മുൻപോട്ട് വെക്കുന്ന ആശയം കൃത്യമായ നിലയിൽ മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നാം ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം എന്താണ് ദൈവരാജ്യം എന്ന് പ്രധാനമായിട്ട് നാം ചോദിച്ചാൽ പെട്ടെന്ന് വരുന്ന ഉത്തരം, ദൈവം രാജാവായി വാഴുന്ന, നാം ദൈവത്തിൻ്റെ ആ രാജ്യത്വം അംഗീകരിച്ചുകൊണ്ട്, അവൻ്റെ ഭരണം അംഗീകരിച്ചുകൊണ്ട്, ആ നിയമം അനുസരിച്ചുകൊണ്ട് മനുഷ്യർ അല്ലെങ്കിൽ ദൈവമക്കൾ ജീവിക്കുന്ന ഒരവസ്ഥയാണ് പൂർണ്ണമായ ദൈവരാജ്യം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്നാൽ ബൈബിൾ ദൈവരാജ്യം എന്ന ആശയം മുൻപോട്ട് വെക്കുമ്പോൾ അതിനപ്പുറത്ത് ചില സത്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം രാജാവായി വാഴുന്ന ഇടം എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവത്തോടൊപ്പം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ദൈവത്തോടൊപ്പം വാഴുക, രാജാക്കന്മാരായി വാഴുന്ന ഇടം എന്നുള്ളതാണ് ബൈബിൾ ദൈവരാജ്യം എന്ന ആശയം കൊണ്ട് മുൻപോട്ട് വെക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരന്നു കിടക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിശദമായ ആ പിക്ചർ അല്ലെങ്കിൽ ആ ചിത്രം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം ഒരു മാൻഡേറ്റ് കൊടുക്കുകയാണ്, ഒരു കൽപ്പന കൊടുക്കുകയാണ്. അതെന്താണ്? ഈ ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേലും വാഴുക എന്നുള്ളൊരു മാൻഡേറ്റാണ്. ദൈവം രാജാവാണ്, ദൈവം രാജാതിരാജാവാണ്, ദൈവത്തിന് സകലത്തിൻ്റെ മേലും അധികാരമുണ്ട്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലൂടെ ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ ഈ പരമാധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അധികാരം പങ്കിടുന്ന ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ, ദൈവം എന്ന രാജാതിരാജാവിന് കീഴിൽ രാജാക്കന്മാരായി, നേതാക്കന്മാരായി, പുരോഹിതന്മാരായി വാഴാനുള്ള അധികാരമാണ് ദൈവം മനുഷ്യന് കൊടുത്തത്. എന്നാൽ നമുക്കറിയാം, പിശാച് പാപത്തിലൂടെ മനുഷ്യനെ പരീക്ഷിക്കുമ്പോൾ തകരുന്നത് ദൈവത്തിൻ്റെ രാജ്യമാണ്, ദൈവത്തിൻ്റെ രാജ്യമെന്ന സ്വപ്നമാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, അവിടെ തകർന്നു വീണത് ദൈവത്തിൻ്റെ ഭരണമല്ല. ദൈവം പാപത്തിന് മുൻപും പാപത്തിന് ശേഷവും രാജാവായി നിലകൊള്ളുകയാണ്. അവൻ എന്നേക്കും രാജാതിരാജാവാണ്. ദൈവിക ഭരണം, ദൈവത്തിൻ്റെ പരമാധികാരം, ദൈവത്തിൻ്റെ അതോറിറ്റി, ദൈവത്തിൻ്റെ ശക്തി, ഇതിനെയൊന്നും തകർക്കാൻ, തകിടം മറിക്കാൻ പിശാചിനോ അവൻ്റെ പദ്ധതികൾക്കോ കഴിഞ്ഞിട്ടില്ല. പാപത്തിന് കഴിയുന്നില്ല. പിന്നെ എവിടെയാണ് പാളിച്ച സംഭവിച്ചത്? ആരുടെ രാജ്യമാണ് തകർന്നത്? ദൈവത്തോടൊപ്പം വാഴാൻ, രാജാക്കന്മാരായി ഭരണം നടത്താൻ, സകലത്തെയും നിയന്ത്രിക്കാൻ, സകലത്തിൻ്റെ മേലും കർത്തൃത്വം നടത്താൻ മനുഷ്യർക്ക് കൊടുത്ത അധികാരമാണ് നഷ്ടപ്പെട്ടത്. ഇതാണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിലൂടെ മനുഷ്യർക്ക് കർത്താവ് തിരിച്ചു നൽകുന്നത്, ദൈവം തിരിച്ചു നൽകുന്നത്. രാജാതിരാജാവായ ആ ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ വരികയാണ്. മനുഷ്യൻ എന്ന രൂപത്തിൽ വന്ന് മനുഷ്യർക്ക് വേണ്ടി ഒരു യുദ്ധം ചെയ്യുകയാണ്. ആരാണോ ഈ മനുഷ്യരുടെ കയ്യിൽ നിന്ന് അധികാരം തട്ടിപ്പറിച്ചത്, ആ പ്രഭുവിനെ, ആ ലോകത്തിൻ്റെ പ്രഭുവിനെ, മനുഷ്യരുടെ അധികാരം അവരുടെ പക്കൽ നിന്ന് സ്വീകരിച്ച അല്ലെങ്കിൽ അത് വലിച്ചെടുത്ത ആ ശത്രുവിനെ ക്രൂശിൽ പരാജയപ്പെടുത്തുന്നതിലൂടെ മനുഷ്യർക്ക് വീണ്ടും രാജാക്കന്മാരായി, ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി വാഴാനുള്ള അധികാരം തിരികെ കൊടുക്കുകയാണ്. നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, ക്രൂശിൽ യേശു ജയം വരിക്കുമ്പോൾ, പിശാചിൻ്റെ മേൽ ജയം വരിക്കുമ്പോൾ, അത് ദൈവത്തിൻ്റെ ജയമായി കരുതരുത്, അത് മനുഷ്യൻ്റെ ജയമാണ്. ദൈവത്തെ ഒരിക്കലും പിശാച് തോൽപ്പിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു അധികാരത്തെയും കീഴ്പ്പെടുത്താൻ പിശാചിന് കഴിയുമായിരുന്നില്ല. നാം ഒരിക്കലും ദൈവത്തെയും പിശാചിനെയും ഈക്വൽ, തുല്യ ശക്തികളായി കാണരുത്. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ദൈവമുണ്ടെങ്കിൽ പിശാചുണ്ട്, ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട് എന്നതുപോലെ ദൈവമുണ്ടെങ്കിൽ പിശാചുണ്ട്, ദൈവത്തിനൊരു തത്തുല്യ ശക്തിയായിട്ടാണ് പിശാചിനെ നമ്മൾ പലപ്പോഴും കാണുന്നത്. അങ്ങനെയല്ല, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ദൈവം മാത്രമാണ് നിത്യൻ, ദൈവം മാത്രമാണ് സർവാധികാരി, ദൈവം മാത്രമാണ് സർവശക്തൻ. പിശാച് നമുക്കറിയാം, അവൻ്റെ ഒരു സൃഷ്ടിയിലെ ആ സൃഷ്ടി വഴിതിരിഞ്ഞു പോയത്, അല്ലെങ്കിൽ ആ സൃഷ്ടിക്ക് വന്ന വീഴ്ചയുടെ ഫലമാണ് പിശാച്. അത് കേവലം സൃഷ്ടി മാത്രമാണ്. അപ്പോൾ ആ സൃഷ്ടിയാണ് വാസ്തവത്തിൽ മനുഷ്യരുടെ പക്കൽ നിന്ന് ഈ അധികാരം അവൻ തട്ടിയെടുത്തത്.
ആ അധികാരം തിരികെ കൊടുക്കാനാണ് യേശു ഭൂമിയിൽ ഒരു രാജാവായി വരുന്നത്. മനുഷ്യന് പകരക്കാരനായി, ഒരു മനുഷ്യനായി ക്രൂശിൽ പിശാചിനെ തകിടം മറിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനെ പിശാചിൻ്റെ അധികാരത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് സകല അധികാരവും യേശു സ്വീകരിക്കുകയാണ്. അത് മനുഷ്യന് തിരികെ കൊടുക്കുന്നു. മനുഷ്യന് തിരികെ കൊടുത്തിട്ട് ആ ദൈവരാജ്യം ഇന്ന് സഭയുടെ പക്കൽ, നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് നൽകപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അധികാരം നമുക്ക് കർത്താവിന് തിരികെ തന്നിരിക്കുകയാണ്. നാം ഇന്ന് ക്രിസ്തുവിനോട് കൂടെ വാഴുകയാണ്. എന്നാൽ നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും നമ്മുടെ കാൽ കീഴിലായിട്ടില്ല പൂർണ്ണ അർത്ഥത്തിൽ. കാരണം ക്രിസ്തു പിശാചിന്റെ മേൽ ജയം വരിച്ചെങ്കിലും പിശാചിന്റെ പ്രവൃത്തികൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ ആ ജയത്തിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരിക്കൽ പിശാചും മരണവും തകർക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. മരണത്തെ, അവസാനത്തെ ആണിയടിച്ച് മരണത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ നാം പൂർണ്ണമായി ദൈവത്തിൻ്റെ രാജാക്കന്മാരായി, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം വാഴുന്നവരായി നാം തീരും. അതിനുള്ള കാലം സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ദൈവം രാജാവായി ഭരണം നടത്തുക എന്നുള്ളതിനേക്കാളുപരി ദൈവത്തോടൊപ്പം ദൈവം രാജാക്കന്മാരായി സൃഷ്ടിച്ച, നിയമിച്ച ദൈവമക്കൾ, മനുഷ്യൻ അവനോടൊപ്പം വാഴുക, ഈ ഭൂമിയിൽ വാഴുക. സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന ആ പുതിയ ജെറുസലേമിൽ, അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയുമുള്ള ആ സ്ഥലത്ത് ദൈവത്തോടൊപ്പം വാഴുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണ അർത്ഥം. ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. നാം രാജാക്കന്മാരായി വിളിക്കപ്പെട്ടിരിക്കുന്നു, നാം വാഴാനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. അതെന്ന് സാധ്യമാകുമോ? അതാണ് ദൈവത്തിൻ്റെ സ്വപ്നം. അതെന്ന് സാധ്യമാകുമോ? പിശാച് തടസ്സപ്പെടുത്തിയ, പാപം തടസ്സപ്പെടുത്തിയ ആ പ്രവൃത്തി എന്ന് സാധ്യമാകുന്നു, അന്ന് മാത്രമേ ദൈവരാജ്യം പൂർണ്ണ അർത്ഥത്തിൽ വെളിപ്പെടുകയുള്ളൂ. അതിനായി നമുക്ക് കാത്തിരിക്കാം. അതിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ ആരംഭം കർത്താവ് കുറിച്ചു കഴിഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ അവസാനം ഇതുവരെയും വന്നിട്ടില്ല. അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് കർത്താവ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. ആ വരവിന് വേണ്ടി നമ്മളെ കർത്താവ് ഒരുക്കട്ടെ. ആ നല്ല രാജ്യത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവത്തോടൊപ്പം നിത്യമായി വാഴുന്ന, അവിടെയാണ് കർത്താവ് പറയുന്നത്, അവർ നിത്യം അവനോടുകൂടെ വാഴുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. കണ്ണുനീരില്ലാത്ത, കഷ്ടതയില്ലാത്ത, രോഗമില്ലാത്ത ആ നാട്ടിൽ ക്രിസ്തുവിനോടുകൂടെ വാഴുന്ന ആ സുദിനത്തിനായി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.